ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് സ്റ്റീലിന് കീഴിലുള്ള NMDC ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സാലറി, ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കും. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ജോബ് അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി. ഇതിൽ നമ്മൾ പ്രൈവറ്റ് ജോബ്സ് ആണ് പ്രധാനമായിട്ടും ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ആപ്പായിട്ട് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് GeoCial എജുലാൻഡ് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ബൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് വെബ്സൈറ്റ് ആയിട്ട് ഇങ്ങനെയും ബൈ ചെയ്തതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇപ്പം നിങ്ങളിത് വാങ്ങുകയാണെങ്കിൽ ഇതിൽ നിങ്ങളൊരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. GeoCial നമ്മുടെ ചാനലിൻ്റെ പേരില്ല ഫസ്റ്റ്, അതിൽ GeoCial എന്ന് അടിച്ചിട്ട് സ്പേസ് ഇടാതെ 40 അടിച്ചാൽ നിങ്ങൾക്ക് എക്സ്ട്രാ അതിൽ 40% ഡിസ്കൗണ്ട് ലഭിക്കും. അപ്പോൾ ഇതിൽ എയർപോർട്ട് ജോബ്സ്, വർക്ക് ഫ്രം ഹോം ജോബ്സ്, അതുപോലെ മറ്റ് പ്രൈവറ്റ് ജോബ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൂടെ കാണാം. NMDC ലിമിറ്റഡ് അഡ്വർടൈസ്മെന്റ് നമ്പർ ഇവിടെ കാണാം 3/2025. ഡേറ്റ് ഇവിടെ കാണാം 22/5/2025 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളൊക്കെ ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് എല്ലാം പെർമനൻറ്റ് വേക്കൻസിയാണ്. നെയിം ഓഫ് ദ പോസ്റ്റ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫീൽഡ് അറ്റൻഡൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ട്രെയിനീസ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ 3 കോംപ്ലക്സിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അതിവിടെ കാണാൻ നിങ്ങൾക്ക് ഈ പറയുന്ന കിരണ്ടൂൾ എന്നാണ്, അങ്ങനെ ജസ്റ്റ് പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയില്ല കേട്ടോ അതിൻ്റെ സ്ഥലപ്പേര്. അതുപോലെ ബച്ചേലി, അതുപോലെ ധോണിമലൈ, ഓക്കെ, ഇങ്ങനെയുള്ള 3 സ്ഥലങ്ങളാണ് കേട്ടോ. 3 ഇതിൻ്റെ കോംപ്ലക്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഓരോരോ കാറ്റഗറിയിൽ ഓരോ കോംപ്ലക്സിലുള്ള വേക്കൻസിയാണ് 86, 38, 27. അപ്പോൾ ഇതിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിഡിൽ പാസ് അതല്ലെങ്കിൽ ITI ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മിഡിൽ പാസ് എന്നുള്ള ഒരു ഉദ്ദേശിച്ചിരിക്കുന്ന മേ ബി 8ാം ക്ലാസ് അല്ലെങ്കിൽ 10th ആയിരിക്കാനാണ് സാധ്യത കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ കൺഫേം ചെയ്തിട്ട് ഞാൻ കമൻറ്റിൽ ആരെയും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കൺഫേം ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതായത് ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി 8ാം ക്ലാസ്സിൻ്റെ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണം, ഒരു ഉദ്ദേശിക്കുന്ന 8ാം ക്ലാസ് ആണോ ഇനി 10ാം ക്ലാസ് ആണോ എന്നുള്ളത് അത് ഡൗട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ ITI നിങ്ങൾ എനി ട്രേഡാണ്, ഏത് ട്രേഡായാലും ജസ്റ്റ് ഒരു ITI ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ITI ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. അതിലേക്ക് അത്യാവശ്യം വേക്കൻസി അതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇതാ ഓരോ കോംപ്ലക്സ് വൈസ് വേക്കൻസീസ് ഇവിടെ കാണാം. ഇവിടെ ഇലക്ട്രിക്കൽ ട്രേഡിൽ ITI കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇതിനടുത്ത് മെയിൻ്റനൻസ് അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കോംപ്ലക്സ് വൈസ് വേക്കൻസീസ് കാണാം. നിങ്ങൾക്ക് വെൽഡിങ്ങിലോ അതല്ലെങ്കിൽ ഫിറ്ററിലോ അതല്ലെങ്കിൽ മെഷീനിസ്റ്റിലോ അല്ലെങ്കിൽ മോട്ടോർ മെക്കാനിക്കലോ അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക്കലോ അല്ലെങ്കിൽ ഓട്ടോ ഇലക്ട്രീഷ്യൻ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മെയിൻ്റനൻസ് അസിസ്റ്റൻറ്റിലെ മെക്കാനിക്കലിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ബ്ലാസ്റ്റർ ആണ്, ഗ്രേഡ് 2. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ 2 കോംപ്ലക്സിലെ വേക്കൻസിയിലോട്ടോ 3 വേക്കൻസി ആയിട്ട് ഫസ്റ്റത്തേലില്ല. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ 10ാം ക്ലാസ് അതല്ലെങ്കിൽ ITI ആണ്. ഓക്കെ, അപ്പം 10ാം ക്ലാസ് ITO അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബ്ലാസ്റ്റർ അല്ലെങ്കിൽ മൈനിങ് മെയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് ബ്ലാസ്റ്റർ അല്ലെങ്കിൽ മൈനിങ് മെയ്ഡ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ITI പ്ലസ് നിങ്ങൾക്ക് എന്താണ് ബ്ലാസ്റ്റർ അല്ലെങ്കിൽ മൈനിങ് മെയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആ സർട്ടിഫിക്കറ്റിൻ്റെ പുറമെ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റും പാടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്ലസ് ഒരു 3 ഇയർ എക്സ്പീരിയൻസും പാടെ വേണം അതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കേട്ടോ. ഓക്കെ, അടുത്തത് ഇലക്ട്രീഷ്യൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാവുന്നതാണ് കേട്ടോ കമൻറ്റായിട്ട്. 29 വേക്കൻസി, അങ്ങനെ ഓരോ കോംപ്ലക്സ് വൈസ് വേക്കൻസിയും കൂടെ കാണാൻ പറ്റും. ഇവിടെ 3 ഇയർ ഡിപ്ലോമ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 3 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ സർട്ടിഫിക്കറ്റും പാടെ അതിൻ്റെ കൂടെ വേണം കേട്ടോ. ജസ്റ്റ് ഇലക്ട്രിക്കൽ ഡിപ്ലോമ മാത്രം പോരാ, അതുപോലെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റും പാടെ വേണം. ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ സർട്ടിഫിക്കറ്റും പാടെ ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി അടുത്തത് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 3 ഇങ്ങനെ വേക്കൻസികളാണ്. മിഡിൽ വരുന്ന കോംപ്ലക്സിലില്ല. ഇവിടെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറുള്ള 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ HEM മെക്കാനിക് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേക്കൻസീസ് ഇവിടെ കാണാം. അതിൽ വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷൻ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. വിത്ത് വാലിഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും അവിടെ മസ്റ്റാണ്. അതോടൊപ്പം തന്നെ HEM ഓപ്പറേറ്റർ ഗ്രേഡ് 3യിലേക്ക് നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം നല്ല വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അതല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ 3 ഇയർ ഡ്യൂറേഷനുള്ള
ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ വാലിഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് MCO ഗ്രേഡ് 3 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേക്കൻസീസ് ഇവിടെ കാണാം. ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. വാലിഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് QCA ഗ്രേഡ് 3യിലേക്ക് നിങ്ങൾക്ക് വേക്കൻസീസ് ഇവിടെ കാണാം. ഇതിലേക്ക് BSc കെമിസ്ട്രിയോ അല്ലെങ്കിൽ BSc ജിയോളജിയോ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ BSc കെമിസ്ട്രി അല്ലെങ്കിൽ BSc ജിയോളജി കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. സാമ്പിളിംഗ് വർക്കുമായി ബന്ധപ്പെട്ട് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഇപ്പം ഡിപ്ലോമക്ക് പകരം നിങ്ങൾക്ക് BTech ഉണ്ട്, ഡിപ്ലോമ നിങ്ങൾക്കില്ല. പക്ഷേ ഡിപ്ലോമക്ക് പകരം എന്താണ് ആ സെയിം എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ BTech ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന സീരിയൽ നമ്പർ 1 മുതൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന 10 വരെയുള്ള ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നിർബന്ധമാണ്. ഈ ക്വാളിഫിക്കേഷൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഉയർന്ന ക്വാളിഫിക്കേഷൻ വിചാരിച്ചാൽ അത് പ്രശ്നമില്ല ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് BTech വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡിപ്ലോമ വേക്കൻസിയിലേക്ക് BTech വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഡിപ്ലോമയുണ്ട് BTech ഉണ്ട്, അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇനി ഇതിൻ്റെ റിസർവേഷൻ, അതായത് ഓരോ കോംപ്ലക്സിലും ഇതിൻ്റെ റിസർവേഷൻ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. SC/ST OBC. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ റിസർവേഷൻ ഇവിടെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ജനറൽ വേക്കൻസിയിൽ ഇവിടെ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുക. അതാണ് UR ആണ് ജനറൽ. അപ്പോൾ ജനറൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ആ വേക്കൻസിയിലേക്ക് ഏത് കാറ്റഗറിയിലുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ഓരോ കോംപ്ലക്സ് വൈസ് റിസർവേഷൻ വേക്കൻസീസ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, ജസ്റ്റ് നോക്കുക നിങ്ങൾ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ OMR ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് നടക്കുന്നത് ഓരോ കോംപ്ലക്സിലേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. അതായത് ഓരോന്നിനും സെപ്പറേറ്റ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പ്രത്യേകം ഇവർ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു കോംപ്ലക്സിലേക്ക് ഒരു ഉദ്യോഗാർത്ഥി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിലധികം കോംപ്ലക്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ടെസ്റ്റ് ആയിരിക്കും നടക്കുന്നത്. ഈ പറയുന്ന 3 കോംപ്ലക്സ് ഉണ്ടല്ലോ, അതിലേക്ക് സെപ്പറേറ്റ് ടെസ്റ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിതാ ഈ പറയുന്ന കിരന്തുള്ളിൽ ഞാൻ അപ്ലൈ ചെയ്യുക, അതുപോലെ ബച്ചേലി ഞാൻ അപ്ലൈ ചെയ്യുക. രണ്ടിലേക്കും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്ന്. ഇപ്പം ഞാൻ ബച്ചേലിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് അതുപോലെ ബച്ചേലിയിലേക്ക് അപ്ലൈ ചെയ്തു പിന്നെ നിങ്ങൾക്ക് ഡോണി മലയിൽ അപ്ലൈ ചെയ്യണോ, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അപേക്ഷ ഒരു വിദ്യാർത്ഥി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വേക്കൻസി ഇതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ആ കോംപ്ലക്സ് റിസർവ് വേക്കൻസി ഒക്കെ ഏതാണെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ആ കോംപ്ലക്സിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും ഒരു കോംപ്ലക്സിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ സ്റ്റൈപ്പൻഡ് അതുപോലെ പേ സ്കെയിൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനീഷ്യലി നമുക്കൊരു ട്രെയിനിങ് ഉണ്ടായിരിക്കും. അത് ഈ പറയുന്ന ഓൺ ദ ജോബ് ട്രെയിനിങ് പീരീഡിൽ നമുക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് എമൗണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 12 മാസം നമുക്കിത് ഓരോന്നിനും വ്യത്യാസമുണ്ട് കേട്ടോ. 18,000 മുതൽ 19,000 വരെ ഒരു പോസ്റ്റ് വൈസ് വ്യത്യാസമുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ വരുന്ന ഒരു വർഷം കഴിഞ്ഞ് പിന്നെ വരുന്ന 6 മന്ത് അതായത് ടോട്ടൽ നമുക്ക് 18 മാസമായിരിക്കും ട്രെയിനിങ് ഉണ്ടായിരിക്കുക. പിന്നെ വരുന്ന 6 മാസം നിങ്ങൾക്ക് ഒരു 500 രൂപ കൂടിയിട്ട് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇതിൽ റെഗുലർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പേ സ്കെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്കെയിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കെയിലേക്കായിരിക്കും നിങ്ങളെ പെർമനൻ്റ് ആക്കിയിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 14/6/2025 കണക്കാക്കിയിട്ട് മിനിമം നിങ്ങൾക്ക് 18 കഴിഞ്ഞിരിക്കണം, മാക്സിമം 30 കഴിയാനും പാടില്ല. അപ്പോൾ 14/6/2025 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ ആ ഈസി ടൂൾ ഉണ്ട് കേട്ടോ. JCL ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, ഈസി ടൂൾ ഉണ്ട്. ഈ ഈസി ടൂൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ലിങ്ക് ഇവിടെയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ മിനിമം 18, മാക്സിമം 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഈ ഡേറ്റിലേക്ക് കണക്കാക്കിയിട്ട് ഏജ് കണക്കാക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 35 വയസ്സ് വരെ കേട്ടോ, 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെ അപ്ലൈ, OBC NC-ലാണെങ്കിൽ. PWD എക്സ് സർവീസ്മാനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി എങ്ങനെയാണ് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈൻ മോഡായിട്ടാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് പറയുന്നത് May 25 മുതൽ നിങ്ങൾക്ക് June 14 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 14/6/2025 ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു 150 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപേക്ഷാ ഫീസായിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. എന്നാൽ SC/ST അതുപോലെ PWD എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സോഫ്റ്റ് കോപ്പി നമ്മൾ സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കണം എന്ന് വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. രണ്ടാമത്തെ നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം. ഇനി മിഡിൽ പാസ് സർട്ടിഫിക്കറ്റ്, അതായത് അങ്ങനെയുള്ള ഫീൽഡ്
ഫീൽഡ് അറ്റൻഡൻറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ മിഡിൽ പാസ് സർട്ടിഫിക്കറ്റ്, എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് ആണ് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് കേട്ടോ മിഡിൽ പാസ്. അങ്ങനെയാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ITI കഴിഞ്ഞവർ ITI ഏത് ട്രേഡ് കഴിഞ്ഞവർക്ക് ഫീൽഡ് അറ്റൻഡൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ സർട്ടിഫിക്കറ്റ് സപ്പോർട്ട് ഓഫ് ക്വാളിഫിക്കേഷൻ, അതുപോലെ എക്സ്പീരിയൻസ്, ഇങ്ങനെ നമ്മളെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ SC ST OBC EWS അങ്ങനെയുള്ള PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിൻ്റെ തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യണം. ഇതൊക്കെ സോഫ്റ്റ് കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ സ്കാൻഡ് സിഗ്നേച്ചർ, ഇതൊക്കെ നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒക്കെ റെഡിയാക്കി വെക്കുക. മോഡ് ഓഫ് സെലക്ഷനാണ് നമ്മളിതിൽ പറയുന്ന അടുത്ത ഘട്ടം. മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് OMR ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക് 2 ഘട്ടമായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഈ പറയുന്ന റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ എബിലിറ്റി ടെസ്റ്റോ അതല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ എബിലിറ്റി ടെസ്റ്റ് എല്ലാത്തിനും ഇല്ല, ഫീൽഡ് അറ്റൻഡിലേക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിലേക്ക് ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. 100 മാർക്കിൻ്റെ ടെസ്റ്റ് ആയിരിക്കും ഈ പറയുന്ന എക്സാം കിട്ടുമോ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ OMR ബേസ്ഡ് 100 മാർക്കിനായിരിക്കും എക്സാം നടക്കുന്നത്. ഇനി ഇതിൻ്റെ പോസ്റ്റ് വൈസ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇവിടെ കാണാം ഫീൽഡ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് OMR ബേസ്ഡ് ടെസ്റ്റ് ആദ്യഘട്ടം, പിന്നെ വരുന്ന ഫിസിക്കൽ എബിലിറ്റി ടെസ്റ്റാണ്. നമുക്ക് അത്യാവശ്യം കായികക്ഷമത ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റാണ്. പിന്നെ വരുന്ന പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ട്രേഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ട്രേഡ് ടെസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഏതാണോ ട്രേഡ് അതുവഴി നമുക്ക് എത്രത്തോളം നമ്മൾ നമുക്ക് നോളജ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ള പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാകുക. ഇനി ഇവിടെ OMR ബേസ്ഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഫീൽഡ് അറ്റൻഡൻറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആണെങ്കിൽ അതിൻ്റെ ഒരു സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ നോളജ് 70 മാർക്ക്, അതുപോലെ ന്യൂമറിക്കൽ ആൻഡ് റീസണിങ് എബിലിറ്റി 30 മാർക്ക്. ഇങ്ങനെയാണ് ഫീൽഡ് അറ്റൻഡൻറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ കവർ ചെയ്യുന്ന സിലബസ് ഇതാണ്. ഇനി അടുത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഈ പറയുന്ന പോസ്റ്റുകൾ കേട്ടോ, മെയിൻ്റനൻസ് അസിസ്റ്റൻറ്റ് മുതൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ പോസ്റ്റിലേക്കും ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫീൽഡ് അറ്റൻഡ് എന്ന് പറയുന്ന പോസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ഇതാണ് സ്കീം. ഇവിടെ താഴെ പറയുന്നതാണ് സ്കീം. പാർട്ട് 1 നമുക്ക് സബ്ജക്റ്റ് നോളജാണ് വരുന്നത്. അതായത് നിങ്ങളുടെ ട്രേഡ് ഏതാണോ, വെൽഡറാണോ, ഇനി അതല്ല മെക്കാനിക്കലാണോ, ഇലക്ട്രിക്കലാണോ, ഏതാണ് നിങ്ങളുടെ ട്രേഡ് വെച്ചാൽ ആ ട്രേഡ് റിലേറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻ ഒരു 30 മാർക്കിന് വരും. പിന്നെ വരുന്ന പാർട്ട് 2 വരുന്നത് ജനറൽ നോളജ് ഒരു 50 മാർക്കിന്, പിന്നെ ന്യൂമറിക്കൽ ആൻഡ് റീസണിങ് എബിലിറ്റി 20 മാർക്കിന്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്കീം. അപ്പോൾ ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ലെവൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക. ഓക്കെ, അത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ വരുന്ന സ്കീം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഇനി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന പറഞ്ഞിട്ട് ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളിത് GeoCL എഡ്യൂലാൻഡിൻ്റെ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ എത്തുക. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജാണ്. ഇവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സിലൂടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, NMDC ജോബ്സ്. അപ്പോൾ ഇവിടെ ഒരു 5 ജോബ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ 5 പോസ്റ്റ് ഇവിടെ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അത് എന്ത് ചെയ്യും, ഡിസപ്പിയർ ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റീഡ് മോർ എന്നുള്ള ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നെക്സ്റ്റ് പേജ് അടിച്ച് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് എളുപ്പത്തിന് ഇത് അവിടെ വേണമെങ്കിൽ NMDC നമ്മുടെ അതിൽ തന്നെ സെർച്ച് പോകണ്ടായാൽ നിങ്ങൾക്ക് NMDC അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് പോസ്റ്റ് വേഗം കിട്ടും. അപ്പോൾ ഇവിടെ NMDC ജോബ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഒക്കെ കാര്യങ്ങളുണ്ട്. അതായത് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം. ഇൻസ്റ്റയിലൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങൾ റിസൾട്ട് വന്നാൽ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാത്തതുകൊണ്ട് മാക്സിമം ഫോളോ ചെയ്യാം. പിന്നെ ടെലഗ്രാം, വാട്സപ്പ് ചാനലുകളും. ഓക്കെ, അപ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരിക. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്ത് അവർ ലിങ്ക് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതായത് 25 അവർ പറഞ്ഞത്. നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രകാരം അവർ പറഞ്ഞ ഡേറ്റ് 25/10 മണിക്കാണ് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തു, എന്തുകൊണ്ടാണ് ലേറ്റ് ആകുന്നതെന്ന് അറിയില്ല. ചിലപ്പം ഇന്ന് ഈവനിങ് ഒക്കെ ആകുന്ന സമയത്തേക്ക് അവർ പറയുന്ന ഡേറ്റ് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ നിൽക്കാറുണ്ട് വെബ്സൈറ്റും ഇതൊക്കെ അല്ലേ. അപ്പോൾ ഒരു 10 മണി ഇന്ന് 10 AM 25/5/2025 ഇത് ഓപ്പണിംഗ് ആവുക. പക്ഷേ ലിങ്ക് ഇതുവരെ സൈറ്റിൽ വന്നിട്ടില്ല. ഇൻ കേസ് അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാം, ലിങ്ക് ഇവിടെ ഇടാം. ഓക്കെ, ഞാനിവിടെ ലിങ്ക് ആഡ് ചെയ്യും. ഡയറക്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ അപ്ലൈ ചെയ്യാൻ പോകും. ഇനി അതെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റും ആവശ്യക്കാരൊക്കെ ഉണ്ട്, അങ്ങനെ ചെയ്യാം. ഇനി നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ ചോദിക്കണം, അങ്ങനെ നമ്മൾ നിങ്ങൾക്കായിട്ട് ചെയ്തു തരുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ഓർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം ഉണ്ട്. ഇതിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ചു തന്നാൽ മതി. അപ്പോൾ അതിന് നിങ്ങൾക്ക് സർവീസ് ചാർജ് ഒക്കെ ഉണ്ടായിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇത്രയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക് യു.